respect for the High Command, and I think he will continue as a congressman. No, I think this is not a big issue. This is not a big issue. No. This is not a big issue. The major issue is that his suggestion, his advice is very important. He was the PCC president. He was the Speaker of the Kerala Assembly. So many places. He served party in different capacity. So I think his advice is very important for the party, and we have taken very seriously. Okay. Thank you. താരിഖ് അൻവർ VM സുധീരനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു. ഇതൊന്നും വലിയ പ്രശ്നങ്ങളല്ല, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. VM സുധീരനെ കോൺഗ്രസിന് ആവശ്യമാണെന്നും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. കെ സുധാകരനെതിരെ ആഞ്ഞടിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രൻ, സ്ലോട്ട് വച്ച് KPCC അധ്യക്ഷനെ കാണേണ്ട ഗതികേട് തനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ വന്നാൽ അദ്ദേഹത്തെ കാണുന്ന അവസാന ആളായിരിക്കും താനെന്നും മുല്ലപ്പള്ളി. സുധീരനടക്കം മുതിർന്ന നേതാക്കളെ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകണമെന്നും മുല്ലപ്പള്ളി. വിളിച്ചാൽ ഫോൺ എടുക്കാറില്ലെന്ന സുധാകരന്റെ ആരോപണം തള്ളി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എല്ലാ നേതാക്കളുടെയും ഫോൺ എടുക്കാറുണ്ട്, ആർക്കും അക്കാര്യത്തിൽ പരാതിയില്ല. എന്തടിസ്ഥാനത്തിലാണ് സുധാകരൻ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ലെന്നും മുല്ലപ്പള്ളി. മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി താരിഖ് അൻവർ. നടന്നത് സൗഹൃദ കൂടിക്കാഴ്ചയെന്ന് വിശദീകരണം. അച്ചടക്കമുള്ള അടിയുറച്ച കോൺഗ്രസ് നേതാവാണ് മുല്ലപ്പള്ളി. മുല്ലപ്പള്ളിയുടെ നിർദ്ദേശങ്ങൾ പാർട്ടിക്ക് അനിവാര്യമാണെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താരിഖ് അൻവർ പ്രതികരിച്ചു. മുല്ലപ്പള്ളിയുടെ വിമർശനത്തിന് മറുപടിയുമായി കെ സുധാകരൻ, ആർക്കും സ്ലോട്ട് കൊടുക്കാറില്ല. മുല്ലപ്പള്ളിയുമായുള്ള പ്രശ്നം നേരിട്ട് പറഞ്ഞു തീർക്കും. VM സുധീരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരും. മുൻ KPCC പ്രസിഡന്റുമാർ തനിക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നും സുധാകരൻ. AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ മലങ്കര കത്തോലിക്ക സഭാ അധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയോസ് മാർ ക്ലീമീസ് കാത്തോലിക്ക ബാവയുമായി കൂടിക്കാഴ്ച നടത്തി. പട്ടം ബിഷപ്പ് ഹൌസിൽ വെച്ച് രാവിലെ 9 മണിയോടെയായിരുന്നു കൂടിക്കാഴ്ച. പുരാവസ്തുക്കളുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ മോൻസൺ മാവുങ്കലിന് ഉന്നത രാഷ്ട്രീയ പോലീസ് ബന്ധം. KPCC അധ്യക്ഷൻ കെ സുധാകരൻ, ഹൈബി ഈഡൻ, ലാലി വിൻസെന്റ് എന്നിവർ മോൻസന്റെ വസതിയിലെ നിത്യസന്ദർശകരെന്ന പരാതിക്കാരൻ NT ഷമീർ, മന്ത്രി റോഷി അഗസ്റ്റിനൊപ്പമുള്ള ഫോട്ടോയും തട്ടിപ്പിനായി മോൻസൺ ഉപയോഗിച്ചെന്നും വെളിപ്പെടുത്തൽ. മോൻസൺ മാവുങ്കലിന് ഉന്നത IAS IPS ഉദ്യോഗസ്ഥരുമായി ബന്ധം. മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ മോൻസന്റെ മ്യൂസിയം സന്ദർശിച്ചിട്ടുണ്ടെന്ന് ഷമീർ. IG ലക്ഷ്മണ, DIG സുരേന്ദ്രൻ, എറണാകുളം SVP ലാൽജി, ചേർത്തല CI ശ്രീകുമാർ തുടങ്ങിയവർ മോൻസന് ഒത്താശ ചെയ്തെന്നും വെളിപ്പെടുത്തൽ. തട്ടിപ്പ് വിവരം വെളിപ്പെടുത്തിയ ഡ്രൈവറെ ചേർത്തല CIയെ ഉപയോഗിച്ച് മോൻസൺ മർദ്ദിച്ചെന്നും ഷമീർ. ട്രാഫിക് IG ലക്ഷ്മണ ഇടപെട്ട മോൻസൺ മാവുങ്കലിന്റെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ രേഖകൾ പുറത്ത്. ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ലക്ഷ്മണ അട്ടിമറിച്ചത്. മോൻസന്റെ കലൂരിലെ വീട്ടിൽ പോലീസിന്റെ ബീറ്റ് ബോക്സും കണ്ടെത്തി. മുൻ DGP ലോക്നാഥ് ബെഹ്റ അടക്കമുള്ള പോലീസുകാർക്കൊപ്പം മോൻസൺ നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നു. മുൻ DIG S സുരേന്ദ്രനുമായി മോൻസൺ മാവുങ്കലിന് അടുത്ത ബന്ധമെന്ന് പരാതിക്കാരനായ അനൂപ് V മുഹമ്മദ്. സുരേന്ദ്രനെ മോൻസൺ പാർട്ട്ണറായ പുതുക്കാടുള്ള സ്ഥാപനത്തിന്റെ രക്ഷാധികാരിയാക്കി. കഴിഞ്ഞ 4 വർഷത്തെ സുരേന്ദ്രന്റെ മകളുടെ പിറന്നാൾ ആഘോഷം നടത്തിയത് മോൻസനാണ്. സുരേന്ദ്രന്റെ ഭാര്യയും മോൻസന്റെ വീട്ടിലെ നിത്യസന്ദർശകയാണെന്നും അനൂപ് ന്യൂസ് 18നോട്. മോൻസൺ മാവുങ്കലിനെതിരെ AICC ജനറൽ സെക്രട്ടറി എൻ്റെ ബഹുമാന്യ സുഹൃത്ത് താരിഖ് അൻവറും AICC സെക്രട്ടറിമാരായ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഇവിടെ വന്ന് ഞാനുമായി ആശയവിനിമയം നടത്തിയതിൽ എനിക്ക് അവരോട് വളരെയേറെ നന്ദിയുണ്ട്. ആദ്യമായി ഇത്രയും നേരം സ്പെൻഡ് ചെയ്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ച അവരോടുള്ള നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഈ പുതിയ നേതൃത്വം വളരെ പ്രതീക്ഷയോടുകൂടിയാണല്ലോ വന്നത്. പക്ഷേ
ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വന്ന ആ സ്ഥിതിവിശേഷം തെറ്റായ ശൈലിയും അനഭിലഷണീയമായ പ്രവണതകളും പ്രകടമാകുന്ന സ്ഥിതിവിശേഷം അത് കോൺഗ്രസ് സംസ്കാരത്തിനും കോൺഗ്രസിൻ്റെ നന്മയ്ക്കും യോജിച്ചതല്ലാത്ത ചില പ്രവർത്തന ശൈലിയും നടപടികളും അവരുടെ ഭാഗത്തുനിന്ന് പ്രകടമുണ്ടായതിനെ തുടർന്നാണ് ഞാൻ പ്രതികരിക്കാൻ തയ്യാറായത്. അതെല്ലാം സംബന്ധിച്ച് നേരത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് കത്തയച്ചിരുന്നു. ആ കത്തിനും വേണ്ടത്ര ഒരു പ്രതികരണം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാനിതുവരെ പരസ്യമായൊരു പ്രതികരണത്തിന് പോയിട്ടില്ല. ഇപ്പോഴും ഞാനങ്ങനെ എൻ്റെ മനസ്സിലെ കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ കാത്തു നിങ്ങളോട് പറയുന്നത് എൻ്റെ മനസ്സിലെ ആശങ്കകളും ആകുലതകളും ഇവിടെ പാർട്ടി നേതൃതലത്തിൽ കേരളത്തിൽ ഉയർന്നു വരുന്ന തെറ്റായ പ്രവർത്തന ശൈലിയും അത് പാർട്ടിക്ക് വരുത്താവുന്ന ദോഷങ്ങളുമൊക്കെ അവരുമായി ഞാൻ പങ്കുവച്ചു, അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരതെല്ലാം ശ്രദ്ധിച്ച് വേണ്ടതുപോലെ പ്രവർത്തിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡിലെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ നടപടികൾ തിരുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഐ എം വെയിറ്റിംഗ് ഫോർ ദി റിസൾട്ട്. ഇതുമായി ബന്ധപ്പെട്ട അവരുടെ തീരുമാനങ്ങളും നടപടികളും തുടർ നടപടികളും എങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉചിതമായ പരിഹാരം ഉണ്ടാകും എന്ന ആ ഒരു സാഹചര്യം വരുന്നുണ്ടോ, അതിന് പരിഹാരം ഉണ്ടാകുന്നുണ്ടോ, പരിഹാരം ഉണ്ടാകുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ടോ, അതാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പോസിറ്റീവായ രീതിയിൽ കേരളത്തിലെ കോൺഗ്രസിനെ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു കാരണവശാലും കോൺഗ്രസ് ദുർബലമാകുന്ന സാഹചര്യം ഉണ്ടാകരുത്. കോൺഗ്രസ് ശക്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. ഇപ്പോഴത്തെ നിലയിൽ മുന്നോട്ട് പോയാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയിലേക്ക് നീങ്ങും. ആ സാഹചര്യം ഒഴിവാക്കാൻ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഉചിതമായ നടപടികൾ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രത്യാശ. ഞാൻ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഞാനതാണ് ഉചിതമായ തീരുമാനം കേരളത്തിലെ കോൺഗ്രസ്സിന് ഗുണകരമായതും കോൺഗ്രസിൻ്റെ നേതൃരംഗത്ത് ഇപ്പോൾ കാണുന്ന തെറ്റായ പ്രവണതകൾ തിരുത്തുന്ന രീതിയിലുള്ള നടപടികൾ, ഇടപെടലുകൾ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതാണ് AICC നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിസൾട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ ഇതുവരെയുള്ള നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. അല്ല, അതായത് രാഷ്ട്രീയ കാര്യ സമിതിയിൽ നിന്നുള്ള രാജി, AICC നിന്നുള്ള രാജി അവിടെ നിലനിൽക്കുക. അതെല്ലാം അവിടെ നിലനിൽക്കുകയാണ്. അതിലൊന്നും യാതൊരു മാറ്റമില്ല. പിന്നെ AICC തീരുമാനം ക്രിയാത്മകമായ പോസിറ്റീവായ ഇടപെടലിലൂടെ കേരളത്തിലെ കോൺഗ്രസ്സിന് ശരിയായ ദിശയിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം വരുന്നോ ഇല്ലയോ എന്നതാണ് പ്രശ്നം. വരണമെന്നാണ് ഞാൻ അവരോട് അപേക്ഷിച്ചിട്ടുള്ളത്, വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ ഫലപ്രദമായ ഇടപെടലുകളും ക്രിയാത്മകമായ നടപടികളും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാനത് നോക്കിയിരിക്കുകയാണ്. അത് ഏതാ ഇല്ല സമയം അതൊക്കെ നമ്മളങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. അവരത് പിന്നെ എൻ്റെ അഭിപ്രായം മുഴുവൻ കേട്ടു, ക്ഷമാപൂർവം കേട്ടു, പറയാനുള്ളതെല്ലാം പറഞ്ഞു.
അത് അവർ കോൺഗ്രസ് നേതൃത്വം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിയുന്ന ഫലപ്രദമായ നടപടികളാണ് കാത്തിരിക്കുന്നത്. അല്ല, ഞാൻ അതല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞ എൻ്റെ പരാതികളെക്കുറിച്ച്, ഞാൻ വെച്ച നിർദ്ദേശങ്ങളെക്കുറിച്ച്, കേരളത്തിലെ കോൺഗ്രസ് നേതൃരംഗത്തുള്ള അനഭിലഷണീയമായ പ്രവണതകളെക്കുറിച്ച് ഒക്കെയുള്ള എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് നടപടികൾ എന്താണ്, ഏത് രീതിയിലുള്ള ക്രിയാത്മകമായ ഇടപെടലാണ്, പോസിറ്റീവായ ഇടപെടലാണ്, പരിഹാരമാണ് ഉണ്ടാകുന്നത് എന്ന് ഞാൻ നോക്കിയിരിക്കുകയാണ്. താങ്കളുടെ കാലത്താണ് രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിക്കപ്പെട്ടത്. ഈ രാഷ്ട്രീയകാര്യ സമിതിക്ക് ഇനി വലിയ പ്രസക്തി ഇല്ല എന്ന് കെ സുധാകരൻ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ ഒരാളുടെ കമന്റിനും മറുപടി പറയാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഇല്ല, ഞാൻ അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരാളുടെ കമന്റിനും മറുപടിയല്ല. എനിക്ക് പറയാനുള്ളത് AICC നേതൃത്വത്തോട് വന്ന് കണ്ട AICC നേതൃത്വത്തോട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്നും ക്രിയാത്മകമായ നടപടികളാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് കാരണം ഇത്രയും നേതാക്കന്മാരിവിടെ വന്നിട്ട് ഇത്രയേറെ ചർച്ച നടത്തിയിട്ട് ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്നുള്ളതുകൊണ്ട് പറഞ്ഞു. അയ്യേ, ഞാൻ ഇന്നേ വരെ ഒരു സ്ഥാനവും ആഗ്രഹിച്ചില്ല. ഞാൻ 25 കൊല്ലം എൻ്റെ പാർലമെന്ററി സർവീസ് പൂർത്തിയാക്കിയപ്പോൾ അന്ന് പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചതാണ്. പിന്നീട് 2004 മത്സരിച്ചത് എൻ്റെ സമ്മതമില്ലാതെ AICC ഏകപക്ഷീയമായി സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരു സ്റ്റാർ ചിഹ്നം വിട്ട് എൻ്റെ പേരിൻ്റെ കൂടെ. അന്ന് AICC തീരുമാനത്തെ തള്ളി പറയുന്നതെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ മത്സരിച്ചത്. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇന്നേ വരെ എടുത്ത തീരുമാനങ്ങളിൽ അത് മാത്രമാണ് ഒരു പുനഃപരിശോധന നടത്തിയിട്ടുള്ളത്. അത് അന്ന് മത്സരിക്കാൻ ഞാൻ പാടില്ലായിരുന്നു എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റ് ആ മത്സരം മാത്രമാണ്. ഞാനന്ന് മത്സരിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ ഒരു സ്ഥാനത്തേക്കും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കുന്നുമില്ല. ഞാനൊരു ജന്മനാ കോൺഗ്രസ്സുകാരനാണ്. ആ കോൺഗ്രസ്സുകാരെന്നുള്ള രീതിയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. ഞാനത് ഉദ്ദേശിക്കുന്നില്ല. സ്ഥാനം ഉണ്ട് എന്നുള്ളതൊരു പ്രശ്നമല്ല, സ്ഥാനമില്ല എന്നുള്ളതൊരു പ്രശ്നമല്ല. ഒരു സ്ഥാനമില്ലെങ്കിലും സാധാരണ കോൺഗ്രസ്സുകാരനായി ഞാൻ കോൺഗ്രസ്സിന് വേണ്ടി ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ആ പ്രിൻസിപ്പിളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് എക്കാലവും പ്രവർത്തിക്കും. എൻ്റെ മാർഗദീപങ്ങൾ ഗാന്ധിജിയും നെഹ്റുവും. നമുക്ക് പിന്നെ കാണാം. താങ്ക് യു. അനുനയ നീക്കങ്ങൾ തുടരുമ്പോഴും നിലപാടിൽ മാറ്റമില്ലെന്ന് VM സുധീരൻ പറയുന്നു. താരിഖ് അൻവർ ഒരാളുടെ പേരും ഞാൻ പറയില്ല എന്ന് ഞാൻ മീറ്റിംഗിൽ തന്നെ പറഞ്ഞിട്ടുള്ള KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ ഞാൻ തന്നെ വ്യക്തമാക്കി, ഒരാളുടെ പേരും ഞാൻ പറയില്ല. പക്ഷെ പേര് പറയില്ല എന്നുള്ളത് കൊണ്ട് ചർച്ചയ്ക്ക് അവസരമുണ്ടാകാൻ പാടില്ല എന്നില്ലല്ലോ. അതിൻ്റെ പൊതു സ്വഭാവം, കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച സ്വാഭാവികമായി എന്നെപ്പോലുള്ള ആളുകളും KPCC മുൻ പ്രസിഡന്റുമാരും പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഒരു കാരണവശാലും പിന്നെ ഏതെങ്കിലും ഒരാളുടെ പേര് അന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് പേരുകളൊന്നും വിഷയമേ അല്ല, മറിച്ച് ഇതെല്ലാം ചില അടിസ്ഥാനപരമായ ചില നയ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ അതേക്കുറിച്ചൊന്നും ഒരാളെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഒരു കാര്യമുണ്ട്, ഞാൻ പറയാനുള്ളതെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പട്ടിക പുറത്തു വരുന്നത് വരെ ഒരു തരത്തിലുള്ള ക്രിയാത്മകമായ ചർച്ചകളും ഉണ്ടായിട്ടില്ല. ഞാനതിൽ പങ്കാളിയായിട്ടില്ല. KPCC പ്രസിഡന്റ് അവസാനമായി എന്നെ വന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തത് വിശദമായ ചർച്ചയ്ക്ക്, കൂട്ടായ ചർച്ചയ്ക്ക് അവസരമുണ്ടാക്കണം. AICCക്ക് പിന്നെ പട്ടിക കൈമാറി എന്നുള്ളത് കൊണ്ട് തുടർ ചർച്ച പാടില്ല എന്നില്ല. ഇനിയും ചർച്ചയ്ക്ക് അവസരമുണ്ട്. അദ്ദേഹം അത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. അതേക്കുറിച്ചൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാൻ സമയമുണ്ടല്ലോ. ഏതായാലും നിങ്ങൾ വന്ന് 2 ദിവസം നിങ്ങൾ ബുദ്ധിമുട്ടി പറയാനുള്ളത് അണികൾ എന്നും അണികളുടെ വികാരത്തോടൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അണികളാണ് ശക്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താങ്ക് യു.
നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് VM സുധീരൻ. താരിഖ് അൻവറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. പുതിയ നേതൃത്വം വലിയ പ്രതീക്ഷയോടെയാണ് വന്നത്, എന്നാൽ ആ പ്രതീക്ഷയ്ക്കൊത്ത് അവർ പ്രവർത്തിക്കുന്നില്ല. തെറ്റായ ശൈലിയും അനഭിലഷണീയമായ ശൈലിയുമാണ് ഇപ്പോഴുള്ളത്. കോൺഗ്രസിന് യോജിച്ച ശൈലിയല്ല അത് കാണിച്ച നേതൃത്വത്തിന് കത്തയച്ചിരുന്നുവെങ്കിലും അതിനും പ്രതികരണം ഉണ്ടായിട്ടില്ല. പുതിയ ശൈലി പാർട്ടിക്ക് ദോഷം വരുത്തുന്നതാണെന്നും അദ്ദേഹം പറയുന്നു. അത് താരിഖ് അൻവറിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. രാജിയിൽ ഉറച്ചു നിൽക്കുകയാണ് VM സുധീരൻ. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, നേതൃത്വം നിലപാട് മാറ്റണം എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് VM സുധീരൻ. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? VM സുധീരൻ നിലപാട് മാറ്റുന്നില്ല. രാജി തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ്. കൃത്യമായി തന്റെ വികാരം, തന്റെ അഭിപ്രായം, ഒപ്പം നേതൃത്വത്തിന്റെ ശൈലിയിലുള്ള പ്രതിഷേധം ഇതൊക്കെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഇനി ഈ തീരുമാനങ്ങളിൽ, ഈ ചർച്ചകളുടെ ഫലം താൻ കാത്തിരിക്കുകയാണ്. ഈ ഫലം കണ്ടതിന് ശേഷം മാത്രം തുടർ തീരുമാനമെടുക്കും. അതായത് രാജി തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം ഒട്ടുമേ പിന്നോട്ടില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് നടത്തിയിരിക്കുന്ന അനുനയ നീക്കങ്ങൾ ആ അർത്ഥത്തിൽ ഒട്ടും ഫലം കണ്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. അനുനയ നീക്കത്തിൽ സുധീരൻ രാജി തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. താൻ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളിൽ ഏതു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നത് സുധീരൻ കാത്തിരിക്കുകയാണ്. ഹൈക്കമാൻഡ് ഈ ഇടപെടൽ നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കട്ടെ എന്നതാണ് സുധീരന്റെ നിലപാട്. ഒപ്പം തന്നെ ഈ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിൽ നേതൃത്വത്തിന്റെ ശൈലിയിലുള്ള കടുത്ത വിയോജിപ്പ് അദ്ദേഹം പരസ്യമാക്കി. പുനഃസംഘടനയിൽ ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല. നേരത്തെ പുനഃസംഘടന ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ താൻ പറഞ്ഞതാണ്, ഒരു നേതാവിന്റെയും പേര് താൻ മുന്നോട്ട് നിർദ്ദേശിക്കില്ല. ഇത്തരത്തിൽ പേര് നിർദ്ദേശിക്കുന്നവരുമായി മാത്രം ചർച്ച നടത്തിയാൽ മതിയോ എന്നതാണ് സുധീരന്റെ ചോദ്യം. ഇതടക്കം സംസ്ഥാന നേതൃത്വത്തിന്റെ പുതിയ ശൈലിയിലുള്ള കടുത്ത എതിർപ്പുകൾ പരസ്യമാക്കി തന്നെയാണ് അല്പം സമയം മുമ്പ് സുധീരൻ മാധ്യമങ്ങളെ കണ്ടത്. സജിത്ത്, ഇപ്പോൾ സുധീരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താരിഖ് അൻവർ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. രമേശ് ചെന്നിത്തലയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ് ഇപ്പോൾ. സജിത്ത്, ഇത്തരത്തിൽ താരിഖ് അൻവറിനെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. താൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തോട് ഇപ്പോഴും ആവശ്യപ്പെട്ടത്. നേതൃത്വത്തിന്റെ ശൈലി മാറണം, അത് അല്ലെങ്കിൽ പാർട്ടിക്ക് ദോഷം ചെയ്യും. അത്തരത്തിൽ ഒരു മികച്ച തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം, ഉചിതമായ നടപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആകുമോ ഈ താരിഖ് അൻവർ ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുമായി പങ്കുവയ്ക്കുന്നത്? സംസ്ഥാനത്തുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികൾക്ക്, പ്രത്യേകിച്ച് താരിഖ് അൻവറിനടക്കം വലിയ ദൗത്യമുണ്ട്. VM സുധീരന് കടുത്ത വിയോജിപ്പുകളുണ്ട്. സുധീരനെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ 2 ദിവസം കാത്തിരുന്നതിന് ശേഷമാണ് അതിനുള്ള വഴി തുറന്ന് ഏറ്റവും ഒടുവിൽ താരിഖ് അൻവർ കൂടിക്കാഴ്ച നടത്തുകയും അല്പസമയം മുമ്പ് അത് പൂർത്തിയാക്കുകയും ചെയ്തത്. താരിഖ് അൻവർ അതിനു മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി ചർച്ച നടത്തിയിരുന്നു. രമേശ് ചെന്നിത്തല ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് അടക്കം വലിയ വിയോജിപ്പ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ കൊച്ചിയിൽ കോഴിക്കോട് പുരാവസ്തു തട്ടിപ്പിൽ ഇരയായ ആളുകളുടെ പത്രസമ്മേളനം നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാണ്. അതാണ് ഇപ്പൊ ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്നലെ അവിടുന്ന് രാത്രി എറണാകുളത്ത് നിന്ന് ഞങ്ങൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് പോകുന്നതാണ്. ഞങ്ങൾ 6 പേരെന്ന് പറയുന്നത് മലപ്പുറം, തൃശ്ശൂർ, കോഴിക്കോട് സ്വദേശികളാണ്. അപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾ കൂടി ആലോചിച്ച് നാളെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്, അതായത് ഈ നേരിട്ട് ഈ പറഞ്ഞ എവിഡൻസുകളൊക്കെ കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഇയാൾ ഇടപെടലുകളെ കുറിച്ചിട്ടാണ്. ഓൾറെഡി നമ്മൾ IG ലക്ഷ്മണൻ ഇതിൽ ഇടപെട്ടതിൻ്റെ രേഖകൾ നേരത്തെ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്, മീഡിയക്ക് കൈമാറിയിട്ടുണ്ട്. ഇന്നലെ അത് ഞങ്ങൾ സെപ്പറേറ്റ് തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറിയിട്ടുണ്ട് ഫോൺ വഴി. അതിനി ഒഫീഷ്യലായിട്ട് അത്തരം കാര്യങ്ങൾ, ഇത്തരം ഉന്നതരായ ആളുകൾ ഇടപെട്ട രേഖകളും മറ്റുള്ള കാര്യങ്ങളും ക്രോഡീകരിച്ച് പരാതിയായിട്ട് അതാത് അതിൻ്റെ ഡോക്യുമെൻ്റ് ഉൾപ്പെടെ ഞങ്ങൾ സെപ്പറേറ്റ് പരാതിയായിട്ട് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതേപോലെ ഇപ്പോൾ സിനിമാ രംഗത്തെ ഒത്തിരി ആളുകൾ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ മോൻസൺ മാവുങ്കൽ എന്ന് പറയുന്ന കക്ഷിയുടെ കൂടെ 10-11 വർഷം ജോലി ചെയ്ത ഒരു ഡ്രൈവർ ഉണ്ട്, അത് അജീൻ നെട്ടൂർ എന്ന് പറഞ്ഞിട്ട്. അവരൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വെളിപ്പെടുത്തുകളും നമ്മളൊക്കെ ഞെട്ടിക്കുന്ന കുറേ സത്യങ്ങളും ഈ ഉന്നതരായ ആളുകളൊക്കെ ഏതൊക്കെ സമയത്ത് എപ്പോഴൊക്കെയാണ് അവിടെ വന്നത് എന്നും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. മീഡിയക്കായാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്കായാലും അതൊക്കെ ചോദ്യം ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഞങ്ങളെടുത്ത് തന്നെ ഈ പറയുന്ന കക്ഷി ഒരുപാട് ഈ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഈ കക്ഷി ഇത് പുറത്ത് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളോട് പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ
ചേർത്തല CI ഇദ്ദേഹത്തിനെതിരെ മോൻസന്റെ പരാതിയിൽ ഒരു കേസെടുത്തു. ഒരു വധഭീഷണി ഫോണിൽ മുഴക്കി എന്ന് പറഞ്ഞിട്ട് ഒരു കേസെടുത്തു. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ഈ അജി നെട്ടൂർ എന്ന കക്ഷിയെ ഈ ചേർത്തല CI കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രൂരമായിട്ട് മാനസികമായിട്ട് സമ്മർദ്ദങ്ങൾക്കും പീഡനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചേർത്തല CI ഇടപെട്ടിട്ടുള്ള ഈ പരാതിയിൽ ഇടപെട്ടിട്ടുള്ള രേഖകളുണ്ട്. അതേപോലെ ചേർത്തല CIയെ വിളിച്ചിട്ട് പ്രവാസി മലയാളി ഫെഡറേഷൻ എന്ന് പറയുന്ന ടിയാന്റെ രക്ഷാധികാരിയായിട്ടുള്ള സംഘടനയിലെ ഒരു ഭാരവാഹി അനിത പുല്ലയിൽ, അവരിപ്പോൾ ഇറ്റലിയിലാണുള്ളത്. അവർ ലോക കേരള സഭ അംഗം കൂടിയാണ്. അപ്പോൾ അവർ ഈ ചേർത്തല CIയെ വിളിച്ചിട്ട് ടിയാൻ തട്ടിപ്പുകാരനാണെന്നും മേലിൽ നിങ്ങൾ ഈ ടിയാനുമായിട്ട് ബന്ധപ്പെട്ട് തട്ടിപ്പിന് കൂട്ടു നിൽക്കരുതെന്നും ഈ അനിത എന്ന് പറയുന്ന സ്ത്രീ ഈ CI എടുത്ത് വിളിച്ചു പറഞ്ഞിരുന്നു. ആ വിളിച്ചു പറഞ്ഞത് തിരിച്ചറിഞ്ഞ മോൻസൺ ഈ അനിത വിളിച്ചത് കൊണ്ടാണോ എന്നെ വിളിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ആമുഖമായിട്ട് തുടങ്ങിയിട്ട് ഈ CIയെ വിളിക്കുന്ന വോയിസ് റെക്കോർഡുകളുണ്ട്. അതിൽ ആ CI നൽകുന്ന മറുപടികളുണ്ട്. അതിലൊക്കെ അപ്പുറം ഈ CIയുടെ അടുത്ത് എന്നെ ഇദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് ഈ CIയുമായി സംസാരിച്ചിട്ട് ഈ പറയുന്ന കേസുകളും ഈ പറയുന്ന പുരാവസ്തുക്കളും ഈ പുരാവസ്തുവിന് സുരക്ഷ ഇവിടെ നൽകുന്ന CI ആണെന്നൊക്കെ പറഞ്ഞ് ഈ കേസിന്റെ കാര്യങ്ങളും എല്ലാം ബോധിപ്പിച്ചിട്ടുള്ള, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഒക്കെ വിഷ്വൽസും ഓഡിയോസും നമ്മൾ നാളെ കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. മോൻസൺ മാവുങ്കലിന്റെ തട്ടിപ്പിനിരയായവർ സംസാരിക്കുകയായിരുന്നു. രേഖകൾ പരാതിയായി തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് തട്ടിപ്പിനിരയായവർ പറഞ്ഞത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ചർച്ച ചെയ്യുമ്പോൾ ഇദ്ദേഹം അവിടെയുണ്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ പണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഞാനാണ് DIGന്റെ വീട്ടിൽ നിന്ന് പൈസ കൊടുത്തത്. അപ്പോൾ DIG ഇങ്ങനെ ഇരുന്ന് അവിടുത്തെ എന്നെ അവിടെ കൊണ്ടുപോകേണ്ട ഒരാവശ്യം മോൻസണില്ല, ഒരു മുൻപരിചയമില്ല. എനിക്ക് DIGന്റെ മുൻപരിചയമില്ല, ആവശ്യമില്ല. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് പോയാൽ മതി. 1-2 മണിക്കൂർ അവിടെ ചിലവാക്കി സ്പെൻഡ് ചെയ്തു. അവിടുന്ന് ഈ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഹെലികോപ്റ്റർ വാങ്ങിയതും അവിടെ ഇതും മറ്റേ സാറേ നമ്മളെ ഡൽഹിയിലെ വിഷയങ്ങൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ. അപ്പം ഞാൻ എന്താ കരുതുന്നത്, ഇത് ഇദ്ദേഹം ഒരു ഉയർന്ന സ്ഥാനത്ത് നിൽക്കല്ലേ, ഇതൊക്കെ ഇവർ പരിശോധിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് വണ്ടിയിൽ നിന്ന് പൈസ എടുത്തിട്ട് അവൻ്റെ വണ്ടി വെച്ചെടുത്ത്. എൻ്റെ വണ്ടി വീട്ടിൻ്റെ അകത്താണുള്ളത്. അതിപ്പോ ഇദ്ദേഹം അതിലാണോ എന്നുള്ളതല്ല വിഷയം. ഞങ്ങൾ അതൊക്കെ വിശ്വസിച്ചു. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ്, പിന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ സംസാരങ്ങളും പണമിടപാടുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. ഇത് താഴെ കാറിൽ നിന്നും ഇദ്ദേഹത്തിന്റെ കാറിൽ നിന്നും ഈ സലീം എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ കാറിലേക്ക് പണം വെച്ചു കൊടുത്തു. ഈ പണം ആവശ്യപ്പെടുന്നതും സാറ് നിക്കായിക്കല്ലല്ലോ. 25 ലക്ഷം രൂപ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട് അവിടുന്ന്. ഇതിൽ സുധാകരൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഷമീർ രാവിലെ പറഞ്ഞു പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പ്രമേയയുടെ കാര്യങ്ങൾ നോക്കും, അതിന് പണം കൈമാറണം എന്നുള്ള നിലയിലാണ്. സുധാകരൻ പറയുന്നത് 2018 താൻ MP ആയിരുന്നില്ല, പിന്നെങ്ങനെയാണ് പാർലമെന്റിന്റെ നടപടി ഇത്തരം കാര്യങ്ങൾ താൻ ഇടപെടും എന്നാണ്. അതായത് 2018 ഞങ്ങളുടെ പരാതിയിൽ പറഞ്ഞത് ആ ഡേറ്റിലാണ് സുധാകരൻ അവിടെ ഉള്ളത്. അതാണ് അന്ന് എടുത്ത ഫോട്ടോസ് ആണ് ഇപ്പൊ കാണിച്ചത്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് 2018 അദ്ദേഹം MP അല്ല. ഞങ്ങൾ പരാതി കൊടുക്കുന്നത് 2021 ജൂലൈ 3-ലാണ്. 2018-ലും 2019-ലും 2020-ലും 2021-ലും ഞങ്ങൾ പണം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇൻസിഡന്റ് അന്ന് നടന്നു എന്നുള്ളൂ. പിന്നീടൊക്കെ ഞങ്ങൾ പണം കൊടുത്തിട്ടുണ്ട്. ഈ സമയത്തൊക്കെ സുധാകരൻ അവിടെ വന്നിട്ടുണ്ട്. അന്നൊന്നും സുധാകരൻ ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നല്ലേ. മോൻസൺ മാവുങ്കലിന്റെ തട്ടിപ്പിനിരയായവർ സംസാരിക്കുകയായിരുന്നു. 40 കോടിയുടെ തട്ടിപ്പ് നടന്നു. മോൻസന്റെ ഡ്രൈവറെ അടക്കം ചോദ്യം ചെയ്യണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.